നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. തലശ്ശേരിയിലെ കാർ ഷോറൂമിലെ തീപിടുത്തത്തിൽ വഴിത്തിരിവ്. സ്ഥാപനത്തിലെ ജീവനക്കാരനായ വയനാട് സ്വദേശി അറസ്റ്റിൽ. ഫയലുകളിൽ പെട്ടെന്ന് തീർപ്പുണ്ടാക്കാനും പൊതുജനാവശ്യങ്ങൾക്ക് കാലതാമസമില്ലാതെ പരിഹാരമുണ്ടാക്കാനും ലക്ഷ്യമിട്ട് മയ്യഴി ഭരണകൂടം അദാലത്ത് നടത്തി. പള്ളൂർ AVS സിൽവർ ജൂബിലി ഹാളിൽ നടന്ന അദാലത്ത് MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. തമ്പിന്റെ എഴുത്തുകാരൻ ശ്രീധരൻ ചെമ്പാടിനെ കുറിച്ച് പ്രിസം ബുക്സ് പാനൂർ തയ്യാറാക്കിയ ഓർമ്മ പുസ്തകം ശ്രീധരൻ ചെമ്പാട് എഴുത്തും ജീവിതവും ചൊവ്വാഴ്ച പ്രകാശനം ചെയ്യും. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ പ്രകാശന കർമ്മം നിർവഹിക്കും. കൂത്തുപറമ്പ് മലയാള കലാനിലയം 21ാം വാർഷികം ഡിസംബർ 23 മുതൽ 29 വരെ. കലാനിലയം കളരിമുറ്റത്ത് പത്മാവതിയമ്മ പതാക ഉയർത്തുന്നതോടെ വാർഷിക സമ്മേളനത്തിന് തുടക്കമാകും. വിശദമായ വാർത്തകളിലേക്ക്. തലശ്ശേരിയിലെ കാർ ഷോറൂമിലെ തീപിടുത്തത്തിൽ വഴിത്തിരിവ്. സ്ഥാപനത്തിലെ ജീവനക്കാരനായ വയനാട് സ്വദേശിയാണ് തീ ഇട്ടതെന്ന് കണ്ടെത്തി. തേറ്റമല സ്വദേശി സജീർ അറസ്റ്റിലായി. പണം തിരിമറി പിടിക്കപ്പെടാതിരിക്കാനാണ് കാറുകൾ തീയിട്ടതെന്നാണ് പ്രതിയുടെ മൊഴി. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ചിറക്കരയിലെ ഇൻഡെക്സ് ഗ്രൂപ്പിന്റെ കാർ ഷോറൂമിൽ തീപിടുത്തമുണ്ടായത്. 3 മാരുതി കാറുകളാണ് കത്തി നശിച്ചത്. 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ചിറക്കരയിലെ ഇൻഡെക്സ് ഗ്രൂപ്പിന്റെ കാർ ഷോറൂമിൽ തീപിടുത്തമുണ്ടായത്. 3 മാരുതി കാറുകളാണ് കത്തി നശിച്ചത്. 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. പരിശോധന നടത്തിയ പോലീസിന് കാറുകൾക്ക് തീപിടിച്ചതല്ല, മനഃപൂർവ്വം ആരോ തീയിട്ടതാണെന്ന സംശയം ബലപ്പെട്ടു. തുടർന്നാണ് തലശ്ശേരി പോലീസ് വിശദമായ അന്വേഷണം നടത്തിയത്. ഷോറൂമിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. പുലർച്ചെ 3:40 ഒരാൾ വാഹനങ്ങൾക്ക് മുകളിൽ ദ്രാവകമൊഴിച്ച് തീയിടുന്നതിന്റെ വ്യക്തമായ ദൃശ്യങ്ങൾ കിട്ടി. സ്ഥാപനത്തിലെ ജീവനക്കാരനായ സജീറിലാണ് അന്വേഷണം ചെന്നെത്തിയത്. 2 വർഷമായി സ്ഥാപനത്തിലെ ഫീൽഡ് എക്സിക്യൂട്ടീവാണ് സജീർ. പണം തിരിമറി നടത്തിയത് പിടിക്കപ്പെടാതിരിക്കാനാണ് പ്രതി കാറുകൾക്ക് തീയിട്ടതെന്ന് ഷോറൂം മാനേജർ പറഞ്ഞു. 10-ാം തീയതി രാവിലെയാണ് ഈ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു 3 വണ്ടി തീപിടുത്തത്തിൽ ഇവിടുന്ന് ഒരു കോൾ വന്നു. അതിന് അഗേൻസ്റ്റ് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ അന്ന് തന്നെ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്തു. 3 ഡെലിവറിക്കായിട്ട് റെഡിയാക്കിയിട്ടുള്ള വെഹിക്കിളാണ് കത്തി നശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സസ്പീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ പോലീസിനോട് പറഞ്ഞിട്ട് അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സെയിം ഡേ ആണ് നമ്മുടെ ഒരു സ്റ്റാഫ്, അതായത് ഫീൽഡിൽ പുതിയ വണ്ടി വിൽക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് അബ്സ്കോണ്ടിങ് ആയിട്ട് കണ്ടിട്ടുള്ളത്. അതോടനുബന്ധിച്ചിട്ട് 2-3 കസ്റ്റമർ ഇഷ്യൂ ആക്കി തുടങ്ങിയപ്പോഴാണ് വീണ്ടും നമ്മൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് രാത്രി പുള്ളിക്കാരൻ അബ്സ്കോണ്ടിങ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അന്വേഷണത്തിനാണ് പുള്ളിക്കാരൻ വ്യാജരേഖ ചമച്ചിട്ട് കമ്പനിക്കെതിരെയും കസ്റ്റമർക്കെതിരെയും എമൗണ്ട് വാങ്ങിയിട്ട് കമ്പനിയിൽ അടക്കാതെ മുങ്ങിയതായിട്ട് കണ്ടത്. അപ്പോൾ ഇന്നലെ പുള്ളിക്കാരൻ സറണ്ടർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. 2.5 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഫീൽഡിലാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത്. ഉപഭോക്താക്കളിൽ നിന്നും വാങ്ങിയ പണം ഷോറൂമിൽ അടക്കാതെയും വ്യാജ രസീത് നൽകിയും ഇയാൾ 30 ലക്ഷത്തോളം രൂപ തിരിമറി നടത്തി. സംഭവത്തിൽ പരാതി വരുമെന്നായപ്പോൾ പ്രതി കണ്ട വഴിയാണ് തീയിടൽ. പുത്തൻ കാറുകൾ കത്തിച്ചാൽ മുഴുവൻ ശ്രദ്ധ അതിലാകുമെന്നും ഉടൻ പിടിക്കപ്പെടില്ലെന്നും സജീർ കരുതിയതായി പോലീസ് പറഞ്ഞു. നേരത്തെ ഇയാൾ പാനൂരിൽ വാഹന ഷോറൂമിൽ ജോലി ചെയ്തിരുന്നു. കല്ലിക്കണ്ടിയിൽ വാടകയ്ക്ക് വർഷങ്ങളായി താമസിച്ചു വരികയാണ്. SI ദീപ്തിയുടെ നേതൃത്വത്തിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ഫയലുകളിൽ പെട്ടെന്ന് തീർപ്പുണ്ടാക്കാനും പൊതുജനാവശ്യങ്ങൾക്ക് കാലതാമസമില്ലാതെ പരിഹാരമുണ്ടാക്കാനും ലക്ഷ്യമിട്ട് മയ്യഴി ഭരണകൂടം അദാലത്ത് സംഘടിപ്പിച്ചു. ആദ്യ അദാലത്ത് രാവിലെ പള്ളൂർ AVS സിൽവർ ജൂബിലി ഹാളിൽ MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന് സാങ്കേതികത്വത്തിന്റെ പേരിലുണ്ടാവുന്ന കാലതാമസം ഒഴിവാക്കാൻ മയ്യഴിയിലെ വിവിധ വകുപ്പുകളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്നാണ് പൊതുജനങ്ങളുടെ പരാതി സത്വരമായി പരിഹരിക്കുന്നത്. മാഹിയുടെ വിവിധ ഭാഗങ്ങളിലാണ് മയ്യഴി ഭരണകൂടം പൊതുജന സമ്പർക്ക പരിപാടി നടത്തുന്നത്. മാഹി MLA രമേശ് പറമ്പത്ത്, റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D മോഹൻകുമാർ, മാഹി നഗരസഭാ കമ്മീഷണർ സതന്ദർ സിംഗ് എന്നിവർ പങ്കെടുത്തു. മാഹിയിലെ എല്ലാ വകുപ്പ് മേധാവികളും മറ്റു ഉദ്യോഗസ്ഥരും രാവിലെ 9 മണി മുതൽ AVS ഹാളിൽ വെച്ച് പൊതുജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിച്ചു. തുടർന്നുള്ള മാസങ്ങളിൽ മാഹിയുടെ മറ്റു പ്രദേശങ്ങളിലും ജനസമ്പർക്ക പരിപാടി നടത്തും. തമ്പിന്റെ എഴുത്തുകാരൻ ശ്രീധരൻ ചെമ്പാടിനെ കുറിച്ച് പ്രിസം ബുക്സ് പാനൂർ തയ്യാറാക്കിയ ഓർമ്മ പുസ്തകം ശ്രീധരൻ ചെമ്പാട് എഴുത്തും ജീവിതവും
ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് പ്രകാശനം ചെയ്യും. തലശ്ശേരി ഗുഡ് ഷെഡ് റോഡിലെ ഹോട്ടൽ ഗോകുലം ഫോർട്ടിൽ കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പ്രകാശന കർമ്മം നടത്തുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീധരൻ ചമ്പാട് ഇക്കഴിഞ്ഞ ജൂൺ 14 നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ച് പാനൂർ പ്രിസം ബുക്ക് തയ്യാറാക്കിയ ഓർമ്മ പുസ്തകത്തിൻ്റെ പേര് ശ്രീധരൻ ചമ്പാട് എഴുത്തും ജീവിതവും. പ്രസ്തുത പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഡിസംബർ 17 വൈകുന്നേരം 3 മണിക്ക് തലശ്ശേരി ഗുഡ് ഷെഡ് റോഡിലെ ഹോട്ടൽ ഗോകുലം ഫോർട്ടിൽ വെച്ച് നിർവഹിക്കപ്പെടുകയാണ്. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും. പുസ്തക പ്രസാധക സമിതി ചെയർമാൻ KP മോഹനൻ MLA അധ്യക്ഷനാവും. ജംബോ സർക്കസ് മാനേജിംഗ് പാർട്ണർ അജയ് ശങ്കർ ആദ്യപ്രതി ഏറ്റുവാങ്ങും. ചടങ്ങിൽ തലശ്ശേരി മേഖലയിലെ 17ഓളം സർക്കസ് കലാകാരന്മാരെ നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ആദരിക്കും. ഓർമ്മകളെ ചേർത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം വ്യാപരിച്ച ജീവിത മാതൃകകൾ, അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഒരുപക്ഷെ ഒരു ബഹുമുഖ പ്രതിഭ എന്ന നിലയിൽ അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുള്ള ജീവിത മുദ്രകളൊക്കെ ചേർത്തുകൊണ്ടാണ് ശ്രീധരൻ ചമ്പാട് എഴുത്തും ജീവിതവും എന്ന 264 പേജ് വരുന്ന പുസ്തകം പ്രിസം ബുക്സ് പ്രസിദ്ധീകരിക്കുന്നത്. പ്രിസം ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന 15ാമത്തെ പുസ്തകമാണിത്. നേരത്തെ KP റഹീം മാസ്റ്ററെ കുറിച്ച് ഇത്തരമൊരു പുസ്തകം പ്രിസം പുറത്തിറക്കിയിരുന്നു. ശ്രീധരനെ അടുത്തറിയുമ്പോഴാണ് അദ്ദേഹം വ്യാപരിച്ച മേഖലകളുടെ വ്യാപ്തി, അദ്ദേഹം ചെയ്ത വ്യത്യസ്ത മേഖലകളിലെ പ്രവർത്തനങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഈ പുസ്തകം തന്നെ ആ ഒരു അർത്ഥത്തിൽ കേവലം ഒരു ജീവിത മാതൃകകൾ മാത്രമല്ല, അദ്ദേഹം വ്യാപരിച്ച വ്യത്യസ്ത മേഖലകളിലെ സഹയാത്രികരുമായി അത്തരം ആളുകളുമായി സംവാദം നടത്തുകയും ഒരുപക്ഷെ അവർ നൽകിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകളിലാണ് കൂടുതൽ കാര്യങ്ങൾ വിശദമായി ലഭിച്ചിട്ടുള്ളത്. പുസ്തക പ്രസാധക സമിതി ചീഫ് എഡിറ്റർ രാജു കാട്ടുപുനം പുസ്തക പരിചയം നടത്തും. KK മാരാർ, പ്രേമാനന്ദ് ചമ്പാട്, അഡ്വക്കേറ്റ് KM പ്രദീപ് നാഥ് എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സാഹിത്യകാരൻ രാജു കാട്ടുപുനം, പ്രേമാനന്ദ് ചമ്പാട്, CK സുനിൽകുമാർ, TC സുധാകരൻ, ജയചന്ദ്രൻ കരിയാട് എന്നിവർ പങ്കെടുത്തു. പാനൂർ നഗരസഭ 14ാം വാർഡിൽ ചാലിൽമുക്ക് പഴയപുരയിൽ തട്ടാങ്ങണ്ടി റോഡ് നാടിന് സമർപ്പിച്ചു. കൂത്തുപറമ്പ് മുൻ MLA KK ശൈലജ ടീച്ചറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 12,37,000 രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. കൂത്തുപറമ്പ് മുൻ MLA KK ശൈലജ ടീച്ചറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 12,37,000 രൂപ ചിലവഴിച്ചാണ് ചാലിൽമുക്ക് പഴയപുരയിൽ തട്ടാങ്ങണ്ടി റോഡ് നിർമ്മിച്ചത്. KP മോഹനൻ MLA റോഡ് നാടിന് സമർപ്പിച്ചു. അറിയാനുള്ള പ്രധാനപ്പെട്ട കാരണം അങ്ങനെ തടസ്സം നിന്ന് പോകുന്ന ഒരുപാട് റോഡുകൾ നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ തന്നെയുണ്ട്. ഫണ്ട് കൊടുത്താൽ മാത്രം പോലെ ഇതെങ്ങനെയുണ്ട്. അപ്പോൾ നാട്ടുകാരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇവിടെ വന്നപ്പോഴും പറഞ്ഞ് മറ്റ് റോഡുകളുടെ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് എഴുതി തന്നാൽ അതിന് വേണ്ട നടപടികൾ കൂടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ റോഡിൻ്റെ ചാലിൽമുക്ക് പഴയപുരയിൽ തട്ടാങ്ങണ്ടി റോഡിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കുന്നതായി അറിയിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ V നാസർ മാസ്റ്റർ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ KK സജിനി സ്വാഗതവും വാർഡ് കൺവീനർ K ബാലൻ നന്ദിയും പറഞ്ഞു. രാജേഷ് കൊച്ചിയങ്ങാടി, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൂത്തുപറമ്പ് മലയാള കലാനിലയം 21ാം വാർഷികം ഡിസംബർ 23 മുതൽ 29 വരെ വിവിധ പരിപാടികളോടെ നടത്തും. 23 രാവിലെ 9 മണിക്ക് കലാനിലയം കളരിമുറ്റത്ത് പത്മാവതി അമ്മ പതാക ഉയർത്തുന്നതോടെ വാർഷിക സമ്മേളനത്തിന് തുടക്കം കുറിക്കുമെന്ന് സംഘാടകർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
21ാമത് വാർഷികാഘോഷ പരിപാടികൾ കൂത്തുപറമ്പിൽ നടക്കുന്നത്. അതുപോലെ കലാസാംസ്കാരിക സാഹിത്യോത്സവം എന്നുള്ള നിലയിലാണ് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സാധാരണയായിട്ട് നമ്മുടെ നാടിൻ്റെ സമസ്ത മേഖലയും സ്പർശിച്ചുകൊണ്ട് ഒരു നാട്ടുത്സവമായി അല്ലെങ്കിൽ ഒരു നഗരോത്സവം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീതി കലാലയത്തിൻ്റെ വാർഷികാഘോഷത്തിന് പോയ കാലങ്ങളിലൊക്കെ കലാലയത്തിന് സമ്മാനിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വർഷവും ആ ഭാവനയിൽ നിന്ന് ഒട്ടും തന്നെ പിന്നോട്ട് പോവാതെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് സംഘാടകർ എന്നുള്ള നിലയിൽ. കലാലയത്തിൻ്റെ പുതിയ ഭരണ സാരഥ്യം ഏറ്റെടുത്ത് ഏകദേശം ഒരാഴ്ച പിന്നിട്ട വേളയിലാണ് നമ്മുടെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 14ാമത് മലയാള കലാനിലയ പുരസ്കാരത്തിൻ്റെ പ്രഖ്യാപനം കൂടി ഈ വേളയിൽ നടത്തുകയാണ്. ആദ്യമായി ആ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. 14ാമത് പുരസ്കാരം നമ്മുടെ നാടിൻ്റെ ചിരകാല സുപരിചിതയായ, എന്നാൽ ഈ സമയത്ത് ഈ വേളയിൽ നമ്മുടെ നാട്ടിലില്ലാത്ത, അതായത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ചെറിയ ചില്ലറ സംഗീത ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒതുങ്ങിപ്പോയ വലിയൊരു ഗായിക കൂത്തുപറമ്പ് നമ്മുടെ നാട് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു നായികയെ ആദരിച്ചുകൊണ്ട് നമ്മൾ ആ പുരസ്കാരം 24-ന് കലാനിലയം ഹാളിൽ സംഗീതോത്സവവും തബല അരങ്ങേറ്റവും നടക്കും. 25-ന് നടക്കുന്ന പ്രതിഭാ സംഗമത്തിൽ സ്വാതി പാലാറിന്റെ പുസ്തകത്തിന്റെ പരിഭാഷ എനിക്കും ഒരു ആത്മാവുണ്ട് എന്നതിന്റെ പ്രകാശനവും നടക്കും. 26-ന് വൈകിട്ട് 5 മണിക്ക് സിറ്റി ഓഡിറ്റോറിയത്തിൽ നൃത്തോത്സവം നടക്കും. ഡിസംബർ 27-ന് ടൗൺ സ്ക്വയറിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും പുരസ്കാര സമർപ്പണവും അരങ്ങേറ്റ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഉസ്താദ് ഹാരിസ് ബായിയുടെ സാന്നിധ്യത്തിൽ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്യും. സിനിമാ പിന്നണി ഗായിക എം ശൈലജ, തുള്ളൽ കലാകാരൻ ആദർശ് തകഴി എന്നിവർ മുഖ്യാതിഥികളാകും. മാധ്യമപ്രവർത്തകൻ എൻ ധനഞ്ജയൻ, സംഗീത സഭാ പ്രതിനിധി എൻ രാമദാസ് എന്നിവർ സംസാരിക്കും. കലാനിലയത്തിൽ ചെണ്ടമേളം പരിശീലനം നടത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അരങ്ങേറ്റവും അന്ന് നടക്കും. വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം മഹേന്ദ്രൻ, വിനോദ് നാരോത്ത്, വിനോദ് വെള്ളോത്ത്, സജീഷ് തൃക്കണ്ണാപുരം എന്നിവർ പങ്കെടുത്തു. പാനൂർ നഗരസഭ 14-ാം വാർഡിൽ കിഴക്കോൾമുക്ക് ചാമ്പറമ്പത്ത് റോഡ് നാടിന് സമർപ്പിച്ചു. KP മോഹനൻ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 14,40,40,000 രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. കിഴക്കോൾമുക്ക് ചാമ്പറത്ത് റോഡിന്റെ ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു. റോഡിന് വേണ്ടിയുള്ള നിവേദനമാണ്. പരമാവധി പൂർത്തീകരിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആയാലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫണ്ടായാലും അതുപോലുള്ള വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട്, ഇതിലൂടെയെല്ലാം തന്നെ ഒരുപാട് റോഡുകൾ, പക്ഷേ ഇപ്പോഴ് കുറച്ചു കാലമായിട്ട് സമയബന്ധിതമായിട്ട് തുടങ്ങാനും പൂർത്തീകരിക്കാനും സാധിക്കുന്നില്ല. അതൊരു പ്രശ്നമുണ്ട്. അത് കൂടി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് 2025 മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഇനിയും ഒരുപാട് ഏകദേശം 10-60ഓളം റോഡുകൾ നമ്മുടെ മണ്ഡലത്തിൽ പല സ്ഥലത്തായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതുണ്ട്. പാനൂർ നഗരസഭാ ചെയർമാൻ ബി നാസർ മാസ്റ്റർ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ KK സജിനി സ്വാഗതവും വാർഡ് കൺവീനർ K ബാലൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ പ്രദേശവാസികൾ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം.
കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dream like Furniture World, Topco Furniture and Topco Interiors, Gramati, Pallur. Large showroom accepted by people with perfection. Any furniture to choose from. Dining set, bedroom set, sofa set and imported furniture at affordable prices. An irreplaceable name in the field of furniture. Topco, our sister company, Topco Interiors. Phone 0490-2338-912. Mobile 9846816762. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. മറ്റു വാർത്തകളിലേക്ക്. ദുബായ് KMCC നാഥാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച തുടക്കമാകും. തിരുവമ്പറമ്പ് ലൂളി ഗ്രൗണ്ടിൽ ഒരാഴ്ച നീളുന്ന മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാദാപുരം മണ്ഡലം ദുബായ് KMCC ആദ്യമായി നാട്ടിൽ നാദാപുരത്ത് KMCCയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലുണ്ട്. ദുബായിലും വിദേശ രാജ്യങ്ങളിൽ എല്ലാ സ്ഥലത്തും, അതുപോലെ നാട്ടിലുമുള്ള എല്ലാ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരു സംവിധാനമാണ് KMCC. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ പ്രാവശ്യം ആദ്യമായി നാദാപുരം മണ്ഡലം ദുബായ് KMCC നാട്ടിൽ ഒരു അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ്. അപ്പൊ അത് ഇതിനോടകം തന്നെ നാട് മുഴുവൻ ഏറ്റെടുത്ത ഒരു മഹാമാമാങ്കമായി ഇത് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നാട് മുഴുവൻ ഒരു ഉത്സവ പ്രതീതിയിലേക്ക് പോവുകയാണ്. അപ്പം കടോളി കുഞ്ഞബ്ദുള്ള ഹാജി മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയും ഇല്ലത്ത് മൊയ്ത് ഹാജി മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള അഖിലേന്ത്യാ തലത്തിലുള്ള നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റും ഒരു ഇന്റർ കോളേജിയേറ്റ് ടൂർണമെൻറ്റുമാണ് നടക്കുന്നത്. SK റഫീഖ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും അറക്ക അബൂബക്കർ മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് ഇന്റർ കോളേജിയേറ്റ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ വളരെ സമയബന്ധിതമായി സാധാരണഗതിയിൽ നടക്കുന്നത് പോലെയല്ലാതെ കൃത്യമായ കളികൾ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 7000 കാണികളെ ഉൾക്കൊള്ളുന്ന ഗാലറിയും വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വോളിബോൾ ടൂർണമെന്റാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത്. ദുബായ് KMCC നാദാപുരം മണ്ഡലം കമ്മിറ്റി നാട്ടിൽ വെച്ച് നടത്തുന്ന ഈ വോളിബോൾ മേളക്ക് നമുക്ക് പ്രധാനപ്പെട്ട 2 ഗസ്റ്റുകളുണ്ട്. ഗോപി ചെമ്മണ്ണൂരുണ്ട്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര മുസ്ലിം ലീഗിൻ്റെ ട്രഷറർ ഇബ്രാഹിം സാഹിബുണ്ട്. അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു മേളയാണ്. MP, MLA, അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാരായ KM ഷാജി, PK ഫിറോസ്, വനവർത്തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെയും മറ്റ് കക്ഷി രാഷ്ട്രീയ വിധമന്യ എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഒരു വലിയ നാടിൻ്റെ ഉത്സവമായിട്ടാണ് ഈ വോളിമേള KMCC നടത്തുന്നത്. ഇന്ത്യയിലെ പ്രമുഖ ഡിപ്പാർട്ട്മെന്റ് ടീമുകളായ ഇന്ത്യൻ നേവി, എയർഫോഴ്സ്, IOB, ഇൻകം ടാക്സ്, CISF, റാഞ്ചി, KSCB, കേരള പോലീസ്, കേരള സിക്സേഴ്സ് എന്നീ ടീമുകൾക്കായി ദേശീയ അന്തർദേശീയ താരങ്ങളാണ് അണിനിരക്കുന്നത്. നിലവിലെ നാദാപുരത്ത് ഒരു വോളിബോൾ അക്കാഡമി ഇല്ല. അഖിലേന്ത്യാ വോളിബോൾ നടത്തുന്ന സംഘാടക സമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിലവിൽ കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂരാണ് വോളിബോൾ അക്കാഡമി ഉള്ളത്. അപ്പോൾ നാദാപുരത്ത് ഈ വോളിബോളിൻ്റെ നാടായ നാദാപുരത്ത് ഒരുപാട് പ്രതിഭകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇനിയും ധാരാളം പ്രതിഭകൾ നാദാപുരത്തിന് വേണം. അതിനുവേണ്ടി നാദാപുരത്ത് ഒരു വോളിബോൾ അക്കാഡമി സ്ഥാപിക്കണമെന്ന് 30-ൽ പരം പ്രൈം വോളി താരങ്ങളാണ് വിവിധ ടീമുകൾക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത്. കേരളത്തിലെ പ്രമുഖ കോളേജുകൾ പങ്കെടുക്കുന്ന ഇന്റർ കോളേജ് വോളിബോൾ ചാമ്പ്യൻഷിപ്പും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പ്രവാസ ലോകത്തു നിന്നും കേരളത്തിനകത്തും പുറത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന KMCC വോളിബോൾ ടൂർണമെന്റ് വഴി ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. വിദ്യാഭ്യാസ, സാമൂഹിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വ്യവസായ പ്രമുഖനും ജീവകാരുണ്യ രംഗത്തെ പ്രമുഖനുമായ ബോച്ചെ മുഖ്യാതിഥിയാകും. മഹാരാഷ്ട്ര സ്റ്റേറ്റ് മുസ്ലിം ലീഗ് ട്രഷറർ CH ഇബ്രാഹിംകുട്ടി, കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊട്ടങ്കണ്ടി അബ്ദുള്ള ഹാജി തുടങ്ങിയ പ്രമുഖരും പങ്കെടുക്കും. വിവിധ ദിവസങ്ങളിലായി ഷാഫി പറമ്പിൽ MP, EK വിജയൻ MLA തുടങ്ങിയ വ്യക്തിത്വങ്ങൾ അതിഥികളായി പങ്കെടുക്കും. ഉദ്ഘാടന ദിവസം KSCBയും കേരള സിക്സേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും. വാർത്താ സമ്മേളനത്തിൽ ദുബായ് KMCC ജില്ലാ പ്രസിഡന്റ് KP മുഹമ്മദ്, മണ്ഡലം പ്രസിഡന്റ് VV സൈനുദ്ദീൻ, ജനറൽ സെക്രട്ടറി ഡോക്ടർ KV നൌഷാദ്, ഭാരവാഹികളായ ഹസൻ ചാലിൽ, നമത് ഹമീദ്, MB ബഷീർ, ലൂളി റിയാസ്, മുഹമ്മദ് എടച്ചേരി, സുഫൈദ് ഇരിങ്ങണ്ണൂർ, KP റഫീഖ്, കുന്നത്ത് റഫീഖ്, VA റഹീം, CK ജമാൽ, ഷെരീഫ് കളത്തിൽ എന്നിവർ പങ്കെടുത്തു. അംഗീകാരം ലഭിച്ച മുഴുവൻ അധ്യാപകർക്കും ശമ്പള സ്കെയിൽ അനുവദിക്കണമെന്ന് KSTA കൂത്തുപറമ്പ് ഉപജില്ലാ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. KUP സ്കൂളിൽ N ജനാർദ്ദനൻ മാസ്റ്റർ നഗറിലാണ് സമ്മേളനം നടത്തിയത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന കമ്മിറ്റി അംഗം ചന്ദ്രാംഗതൻ നിർവഹിച്ചു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു പുതിയ കാഴ്ചപ്പാടിനെയും ശാസ്ത്രീയമായ എല്ലാ പുരോഗതിയെയും നെഞ്ചേറ്റാൻ കെൽപ്പുള്ള കഴിവുള്ള സംഘടനകൾ തന്നെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം. പക്ഷെ അതുമൂലം സംഭവിക്കാനിടയുള്ള തൊഴിൽ ശോഷണം അത് കാണാതെ നമുക്ക് മുന്നോട്ട് പോയിക്കൂടാ. തൊഴിലാളി വർഗത്തിന് ഇത്തരം നയസമീപനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള തൊഴിൽ ശോഷണത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് അവർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ പുരോഗമന പ്രവർത്തനവും ആവശ്യമാണ് എന്ന കാഴ്ചപ്പാട്. ഈ നിലപാട് പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നത് ആരാണ് എന്ന് നമുക്കറിയാം. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് ആരായിരുന്നു? പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ ധനമന്ത്രിയായി വരുന്നത് വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നുമായിരുന്നില്ല മൻമോഹൻ സിംഗ്. ആയിരുന്നോ? അദ്ദേഹം ലോകബാങ്കിന്റെ ഉദ്യോഗസ്ഥനായിരുന്നു, IMFന്റെ ഉപദേശകനായിരുന്നു. അപ്പൊ സ്വാഭാവികമായും ഇന്ത്യയിൽ അങ്ങനെ വരാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ അത് മുതലെടുത്തുകൊണ്ട് ഈ നയത്തെ ഇന്ത്യയിലേക്ക് സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരുപാട് ന്യായങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. KK ചന്ദ്രമോഹൻ അധ്യക്ഷനായി. NV ഉഷ രക്തസാക്ഷി പ്രമേയവും EK ബാബുരാജ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഉപജില്ലാ സെക്രട്ടറി V നിതീഷ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ വൈസ് പ്രസിഡന്റ് V സ്വാതി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. KS സഞ്ജീവ് രാജ്, PM ഗീത, K അബ്ദുൽ ഖാദർ, PM മധുസൂദനൻ, N സതീന്ദ്രൻ, KK സിജു എന്നിവർ സംസാരിച്ചു. പാനൂർ യങ് മൈൻഡ്സ് ക്ലബ്ബ് ഇരഞ്ഞിക്കുളങ്ങര LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തിരിച്ചറിവ് എന്ന പേരിൽ ലൈംഗിക വിദ്യാഭ്യാസ ക്ലാസ് നടത്തി. പാനൂർ നഗരസഭാ കൗൺസിലർ KK സുധീർ കുമാർ പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പാനൂർ മുനിസിപ്പൽ കൗൺസിലർ KK സുധീർ കുമാർ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു.
യങ് മൈൻഡ്സ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് എ നാസർ മുഖ്യാതിഥിയായി. ഇരിഞ്ഞിക്കുളങ്ങര LP സ്കൂൾ മാനേജർ പ്രദീപ് ശ്രീലകം, പ്രധാനാധ്യാപകൻ KP പ്രദീപൻ, PTA പ്രസിഡന്റ് K നിജീഷ് എന്നിവർ സംസാരിച്ചു. പാനൂർ യങ് മൈൻഡ്സ് ക്ലബ് പ്രസിഡന്റ് RK രാജേഷ് കുമാർ ക്യാമ്പ് വിശദീകരണം നടത്തി. നമ്മുടെ കുട്ടികൾക്കായിട്ട്, സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് നിരവധി പരിശീലന പരിപാടികൾ, ക്ലാസ്സുകൾ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം ക്ലാസ്സുകൾ നടത്തി വരിക. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലൊരു ക്ലാസ് നമുക്ക് ഈ വിദ്യാലയത്തിൽ ഇരിഞ്ഞിക്കുളങ്ങര LP സ്കൂളിൽ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഈ വിദ്യാലയത്തെ പറ്റി പറയുമ്പോൾ ഈ വിദ്യാലയത്തിലെ അധ്യാപകരുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് വളരെയധികം ആത്മബന്ധമുള്ളതാണ്. ഞാനും ബാബുരാജ് മാഷും പ്രദീപ് മാഷും ഒക്കെ ഒരേ കാലഘട്ടത്തിൽ അധ്യാപക രംഗത്തേക്ക് കടന്നു വന്നവരാണ്. നിരവധി വർഷങ്ങൾക്കായി 26 വർഷങ്ങളായിട്ട് നമ്മൾ ഈ മേഖലയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ്. TM ബാബുരാജ് സംസാരിച്ചു. സൗമേന്ദ്രൻ കണ്ണമ്പള്ളി ക്ലാസിന് നേതൃത്വം നൽകി. അപ്പോൾ 0 മുതൽ എപ്പോഴാണോ അമ്മയുടെ ഉദരത്തിൽ ജന്മം കൊള്ളുന്നത് അന്ന് മുതൽ 0 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള ഒരു വ്യക്തിയെയാണ് കുട്ടി എന്ന് പറയുന്നത്. അല്ലേ? ഈ കുട്ടികൾക്ക് ധാരാളം അവകാശങ്ങളുണ്ട്. അല്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിച്ച രാജ്യമാണ്. അല്ലേ? ഈ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അല്ലേ? അപ്പോൾ ഈ കുട്ടികൾക്ക് നേരെ നടക്കുന്ന അക്രമവും ചൂഷണവും യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന് നേരെ നടക്കുന്ന അക്രമവും ചൂഷണവും തന്നെയാണ്. നമുക്കൊരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ കുട്ടികളുടെ രാഷ്ട്രമാണ്. ഇന്ത്യയിലെ ഏകദേശം 16 കോടി കുട്ടികൾ, 6 വയസ്സിൽ താഴെ പ്രായമുള്ള 16 കോടി കുട്ടികൾ ഇന്ത്യ രാജ്യത്തുണ്ട്. അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നേരെ നടക്കുന്ന അക്രമവും ചൂഷണവും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ എന്റെ മേഖല എന്ന് പറയുന്നത് ലൈംഗിക ചൂഷണമാണ്. എന്താണ് അതിന്റെ നിർവചനം? പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ, ശ്രദ്ധിക്കണേ, കുട്ടികളും രക്ഷിതാക്കളും അടക്കം 100ഓളം പേർ ക്ലാസ്സിൽ പങ്കെടുത്തു. പാനൂർ നഗരസഭ 19-ാം വാർഡ് കല്ലമ്പറമ്പത്ത് മുക്ക് ചെറിയത്ത് താഴെ കോൺക്രീറ്റ് റോഡ് നാടിന് സമർപ്പിച്ചു. നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. കല്ലമ്പറമ്പത്ത് മുക്ക് ചെറിയത്ത് താഴ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ നിർവഹിച്ചു. വ്യക്തമാക്കുന്ന രീതിയിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ നഗരസഭ ഇപ്പോൾ നടന്നു വരികയാണ്. ഈ വാർഡ് തന്നെ നമുക്കറിയാം, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കാണുന്ന ഒരു റോഡാണ് യഥാർത്ഥത്തിൽ ഈ കല്ലമ്പറമ്പത്ത് താഴേക്ക് പോകുന്ന റോഡ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു വണ്ടിയും താഴോട്ട് പോകില്ല, മേലോട്ടും വരില്ല. പോയ ആളുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന ഒരു സ്ഥിതിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഒരു ഡോക്ടറടുത്ത് പോകണമെങ്കിൽ, ഒരു വണ്ടി താഴോട്ട് ഇറങ്ങണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥിതിയിൽ ആളുകൾക്ക് വണ്ടിയിൽ യാത്ര നടന്നു പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു റോഡായിരുന്നു അതായത് കല്ലമ്പറമ്പത്ത് ചെറിയത്ത് താഴെ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ പ്രാവശ്യം പലപ്പോഴും വാർഡ് സഭയിൽ നാണുവട്ടനാണ് ഈ പ്രദേശത്ത് വാർഡ് സഭയിൽ പ്രധാനമായിട്ട് പങ്കെടുക്കുന്നവരാണ്. ഏത് വാർഡ് സഭയിൽ വന്നാലും നാണുവട്ടം പറയും നമ്മുടെ റോഡ് എന്ന്. നാണുവട്ടനോട് ഞാൻ അന്നേ വാർഡ് സഭയിൽ പറഞ്ഞിട്ടുണ്ട്, ഏതായിരുന്നാലും ഞങ്ങൾ സമയം കഴിയുന്ന മുമ്പേ അതെന്തായിരുന്നാലും അത് കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറിങ്ങോ ചെയ്യും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഉറപ്പ് ഇപ്പോൾ യാഥാർത്ഥ്യമായതിൽ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ പ്രധാനപ്പെട്ട 1-2 ഈ റോഡ്, നമ്മൾ ഈ ഓപ്പോസിറ്റ് റോഡ് ഇതേ ഒരു സ്ഥിതിയാണ്. നമ്മൾ അംഗനവാടിയിലൊക്കെ പോകുന്ന ലക്ഷംവീട് പോകുന്ന റോഡാണ്. അത് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ടാർ ചെയ്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ളത് ലക്ഷംവീട് അപ്പുറത്തുള്ള റോഡുണ്ട്. ആ റോഡും ഇപ്പോൾ റീടാർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ടെൻഡർ ചെയ്തു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആഷിക ജുംന അധ്യക്ഷയായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രകാശ് ബാബു, KP ഉമ്മർ, MB രഞ്ജിത്ത്, PM സക്കീർ എന്നിവർ സംസാരിച്ചു. നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ കോൺക്രീറ്റ് പണി നിർവഹിച്ചത്. പാനൂർ നഗരസഭ 19-ാം വാർഡ് മീത്തലെ പറമ്പത്ത് കുടിവെള്ള പദ്ധതി നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 46 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ വി നാസർ മാസ്റ്റർ നിർവഹിച്ചു. അനുമതി നൽകുകയും നമ്മുടെ മീത്തലെ പറമ്പത്ത് നമ്മുടെ മാധുവടത്തിൻ്റെ അടുത്ത വീട്ടിൻ്റെ അടുത്ത്
ഒരു ടാങ്ക് നിർമ്മിക്കാനുള്ള സ്ഥലം ആവശ്യപ്പെടുകയും അങ്ങനെ മാധവർക്ക് അന്ന് സ്ഥലം തരുകയും ചെയ്തു. നമ്മൾ ടാങ്ക് നിർമ്മിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അന്നാണ് നമ്മുടെ മീത്തലപ്പറമ്പ് കുടിവെള്ള പദ്ധതി നമ്മൾ തുടങ്ങുന്നത്. കുറച്ച് കുടുംബങ്ങൾക്ക് നമ്മൾ അതിന്റെ പദ്ധതി പ്രകാരം പൈപ്പ് കണക്ഷൻ കൊടുത്തു. പിന്നീട് ആ വെള്ളം പോരാത്തത് കൊണ്ട് വലിയ പദ്ധതി വേണമെന്നുള്ള അഭിപ്രായത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്ത് നേരത്തെ ഈ വാർഡിന്റെ മെമ്പർ കൂടിയല്ല അശോക് കുമാർ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുക. അങ്ങനെ മഠത്തിലെ ആ കുളം ഏറ്റെടുത്ത് അവിടെ കുളം നിർമ്മിച്ച് ലക്ഷം വീട് സ്ഥലത്ത് നമ്മൾ ടാങ്ക് നിർമ്മിച്ച് ആണ് ഇപ്പോഴുള്ള കുടിവെള്ള പദ്ധതി വിതരണം ചെയ്യുന്നത്. ഈ കുടിവെള്ള പദ്ധതിയും നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാവർക്കും എത്തിക്കുന്ന തരത്തിലേക്ക് ആകാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഷിക ജുംന ടീച്ചർ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK ഹനീഫ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രകാശ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK ഹനീഫ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ TH നാരായണൻ, MB രഞ്ജിത്ത്, PM സക്കീർ എന്നിവർ സംസാരിച്ചു. KP ഉമ്മർ സ്വാഗതവും MB അനിഷ നന്ദിയും പറഞ്ഞു. അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 46 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ കിണർ നിർമ്മാണത്തിന് പൈങ്ങാട്ടേരി മുഹമ്മദ് ഹാജിയുടെ സ്മരണയ്ക്കായി 3 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ മകൻ മുഹമ്മദ് സാദിഖിനുള്ള ഉപഹാരം ചടങ്ങിൽ ചെയർമാൻ വി നാസർ മാസ്റ്റർ വിതരണം ചെയ്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA ചൊക്ലി ഉപജില്ലാ സമ്മേളനം പന്നിയൂർ അരിയാക്കുൽ UP സ്കൂളിൽ നടന്നു. നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. സംസ്ഥാന കമ്മിറ്റി അംഗം NK ലസിത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഘട്ടത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് അടക്കം ചർച്ച ചെയ്യപ്പെട്ടത്. ഇലക്ട്രൽ ബോണ്ടിനെതിരെയുള്ള വിധിയൊക്കെ BJPക്ക് നൽകിയ ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയ പണത്തിൻ്റെ ഒക്കെ കണക്കൊക്കെ കൃത്യമായി ജനസമൂഹത്തിലേക്ക് എത്തിയൊരു കാലഘട്ടമായിരുന്നു അത്. ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനം തകർക്കരുത് എന്നാഗ്രഹിച്ച ജനം നൽകിയ മറുപടിയായിരുന്നു 2024 തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കൃത്യമായ രീതിയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം നമുക്കറിയാം, CBI, ED, ഇൻകം ടാക്സ് മുതലായ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഗവൺമെന്റിനെതിരെയൊക്കെ ഉപയോഗിച്ച വളരെ കൃത്യമായ ഉപയോഗിച്ച കാലമായിരുന്നു ആ കാലഘട്ടം. ഉപജില്ലാ പ്രസിഡന്റ് KP രഞ്ജിത്ത് അധ്യക്ഷനായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TK പ്രദീപൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CC നിഷാനന്ദ്, ചൊക്ലി ഉപജില്ലാ സെക്രട്ടറി R സന്ദീപ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം M ഷീന, ട്രഷറർ സുനിൽ ബാൽ എന്നിവർ സംസാരിച്ചു. സുജിത് B അഴിയൂർ അനുശോചന പ്രമേയവും AK ഷൈജ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. M അനൂപ് കുമാറിന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങളും അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി K ശശീന്ദ്രൻ PM ശ്രീ ബ്രാൻഡിംഗിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. VM സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതും കേന്ദ്ര ഗവൺമെന്റ് പരിഷ്കരണത്തിന്റെ മറവിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളും വിദ്യാഭ്യാസ മേഖലയെ പിറകോട്ടടുപ്പിക്കുമെന്നും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും ഒപ്പം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നടപടികളിൽ നിന്ന് പിൻവലിക്കണമെന്നും ചൊക്ലി സബ് ജില്ലാ സമ്മേളനം വിവിധ പ്രമേയങ്ങളിലൂടെ ആവശ്യപ്പെട്ടു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. Bobby Chamanur International Jeweler. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട.
വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോസാൻഡ്. ഈ ജിയോസാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോസാൻഡ്. മറ്റു വാർത്തകളിലേക്ക്. ഡിസംബർ 15 മുതൽ 21 വരെ മാനന്തേരി നിരത്തുംഭാഗം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരത്തുംഭാഗം ബീവിക്കുട്ടി ബീവി നഗറിൽ തൻബീഹ് 24 ബീവിക്കുട്ടി ബീവി മഖാം ഉറൂസും മതപ്രഭാഷണവും നടത്തും. ഡിസംബർ 16 തിങ്കളാഴ്ച വൈകിട്ട് 6:30 സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഖാമുറൂസ് ഈ വർഷം അത് അതിവിപുലമായി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വർഷം ഒരു പ്രത്യേകത, തൻബീഹ് എന്നൊരു പേരിലാണ് നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ പങ്കെടുപ്പിക്കുന്ന ഒരു പ്രത്യേകത കൊണ്ട് ഈ തൻബീഹ് എന്ന പരിപാടിക്ക്. കൂടാതെ ഈ വർഷത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാംസ്കാരിക സമ്മേളനം നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട സ്വാമി ശ്രീമദ് ആത്മദാസ് യാമി അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടിയാണ്. അതിൽ നമ്മുടെ നാട്ടിലുള്ള സാംസ്കാരിക നായകന്മാർ, അതുപോലെ രാഷ്ട്രീയ പ്രമുഖർ, അതുപോലെ ബഹുമാനപ്പെട്ട കണ്ണവം CI അവരെല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള സാംസ്കാരിക സദസ്സ്. തൻബീഹ് 24 ബീവിക്കുട്ടി ബീവി മഖാം ഉറൂസും മതപ്രഭാഷണവും ഡിസംബർ 16 തിങ്കളാഴ്ച വൈകിട്ട് 6:30 സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 15 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ്സ് സ്വാമി ശ്രീമദ് ആത്മദാസ് യാമി ഉദ്ഘാടനം ചെയ്യും. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ അധ്യക്ഷനാകും. പഞ്ചായത്ത് അംഗം രമ്യ രജീഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് AK റഫീഖ്, P ബിജു, മോഹനൻ മാസ്റ്റർ, N വിജയൻ തുടങ്ങിയവർ പങ്കെടുക്കും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണങ്ങളിൽ കേരളത്തിലെ പ്രശസ്തരായ മതപണ്ഡിതന്മാർ പങ്കെടുക്കും. അപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ രൂപത്തിലാണ് പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം രണ്ട് സംഘടനയുടെയും പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ സാദാത്യങ്ങളെ ഒരുമിച്ചുകൊണ്ട് ഒരു മഹല്ലിൽ ഒരു സ്റ്റേജിൽ വെച്ചുള്ള ഒരു പ്രഭാഷണ പരമ്പരയാണ് അവിടെ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. രണ്ട് വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരെയും ഒരു മഹല്ലിൽ, ഒരു മജ്‌ലിസിൽ, ഒരു സ്റ്റേജിൽ ഒരുമിച്ച് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും നല്ല ആശീർവാദവും സപ്പോർട്ടും എല്ലാവരുടെയും സ്നേഹവും ഒക്കെ ഈ പരിപാടിക്ക് ലഭിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ MA ഷംസുദ്ദീൻ, KP യൂസഫ് ഹാജി, KP ഇസ്ഹാഖ്, അബ്ദുൽ നാസർ സാദി, M സമീസ് എന്നിവർ പങ്കെടുത്തു. കിഴക്കച്ചമ്പാട് ഋഷിക്കര നെല്ലിയുള്ളതിൽ മൂപ്പന്റെവിട ഭഗവതി ക്ഷേത്രത്തിൽ സർവൈശ്വര്യ പൂജ നടത്തി. നിരവധി ഭക്തർ പങ്കെടുത്തു. തൃക്കാർത്തിക നാളിലാണ് കിഴക്കേച്ചമ്പാട് ഋഷിക്കര നെല്ലിയുള്ളതിൽ മൂപ്പന്റെവിട ക്ഷേത്രത്തിൽ സർവൈശ്വര്യ പൂജ നടന്നത്. VP ഭാസ്കരൻ, ഷീല ഗണേഷ്, KP ശശീന്ദ്രൻ മാസ്റ്റർ, P ജയപ്രകാശ്, M ഷാജി, NB ശ്രീജേഷ്, PP മദനൻ, M അജയൻ, KK സജീവൻ എന്നിവർ നേതൃത്വം നൽകി.
നിരവധി ഭക്തർ പങ്കെടുത്തു. ओम निशारण प्रभावर मंदिरमालिलसत्ताय नमः. ओम मुखचंद्रमंडलाय नमः. ओम भक्षणाचिताय नवविद्रुववितीनेक्यरिरंचताय कलागलितादृशति मुखश्री विराजिताय नमः. प्रेमरत्नमणि प्रतिवनस्तैनी नमः नमः. ओम लिच्छलोमलदादादागमनीय मध्य. ओम अरुणाभरणवस्त्रमवासुत्करीगडे. ओम माणिक्यमौडागाररामजङ्गिकाय नमः. ओम कामाक्ष्यै. ओम महामायाय नमः. ओम महाभोगाय नमः. ओम अधीश्वराय नमः. ओम वल्लभे संहिताय. വടക്കുംപാട് കോയിത്തട്ട പോർക്കലി ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക മഹോത്സവവും കാർത്തിക ദീപ സമർപ്പണവും അഖണ്ഡനാമ ജപവും നടത്തി. നിരവധി ഭക്തർ പങ്കെടുത്തു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെ അഖണ്ഡനാമ ജപവും സന്ധ്യയ്ക്ക് കാർത്തിക ദീപ സമർപ്പണവും വിശേഷാൽ പൂജകളും ഉച്ചയ്ക്ക് പ്രസാദഊട്ടും നടന്നു. നിരവധി ഭക്തജനങ്ങൾ കാർത്തിക ദീപ സമർപ്പണത്തിൽ പങ്കാളികളായി. ശ്രീപോർക്കലി ദേവി മായേ നിന്നെ പാരൊക്കെ നോക്കുന്നു കാണാൻ. ആയവർക്കെന്നും വരം പോൽ നൽകും ഗായകർ കാലാപനം പോൽ. ശ്രീപോർക്കലി ദേവി മായേ നിന്നെ പാരൊക്കെ നോക്കുന്നു കാണാൻ. ശ്രീപോർക്കലി ദേവി മായേ നിന്നെ പാരൊക്കെ നോക്കുന്നു കാണാൻ. ആയവർക്കെന്നും വരം പോൽ നൽകും ഗായകർ കാലാപനം പോൽ. പിണറായി പാണ്ഡ്യഞ്ചേരി പോതിയോടത്ത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക നാളിൽ ലക്ഷദ്വീപ സമർപ്പണം നടത്തി. നിരവധി ഭക്തജനങ്ങൾ ലക്ഷദ്വീപ സമർപ്പണത്തിൽ പങ്കാളികളായി.
പ്രധാന വാർത്തകൾ വീണ്ടും. തലശ്ശേരിയിലെ കാർ ഷോറൂമിലെ തീപിടുത്തത്തിൽ വഴിത്തിരിവ്. സ്ഥാപനത്തിലെ ജീവനക്കാരനായ വയനാട് സ്വദേശി അറസ്റ്റിൽ. ഫയലുകളിൽ പെട്ടെന്ന് തീർപ്പുണ്ടാക്കാനും പൊതുജനാവശ്യങ്ങൾക്ക് കാലതാമസമില്ലാതെ പരിഹാരമുണ്ടാക്കാനും ലക്ഷ്യമിട്ട് മയ്യഴി ഭരണകൂടം അദാലത്ത് നടത്തി. പള്ളൂർ AVS സിൽവർ ജൂബിലി ഹാളിൽ നടന്ന അദാലത്ത് MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. തമ്പിന്റെ എഴുത്തുകാരൻ ശ്രീധരൻ ചെമ്പാടിനെ കുറിച്ച് പ്രിസം ബുക്സ് പാനൂർ തയ്യാറാക്കിയ ഓർമ്മ പുസ്തകം ശ്രീധരൻ ചെമ്പാട് എഴുത്തും ജീവിതവും ചൊവ്വാഴ്ച പ്രകാശനം ചെയ്യും. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ പ്രകാശന കർമ്മം നിർവഹിക്കും. കൂത്തുപറമ്പ് മലയാള കലാനിലയം 21ാം വാർഷികം ഡിസംബർ 23 മുതൽ 29 വരെ. കലാനിലയം കളരിമുറ്റത്ത് പത്മാവതിയമ്മ പതാക ഉയർത്തുന്നതോടെ വാർഷിക സമ്മേളനത്തിന് തുടക്കമാകും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.